ഏറെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് കാസർഗോഡ് ബളേരി സ്വദേശിയായിട്ടുള്ള സത്യനാരായണൻ ഇപ്പം നമ്മോടൊപ്പം ചേരുകയാണ്. ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. രാജ്യമാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കർഷകനായി മാറുകയാണ്. എന്ത് തോന്നുന്നു? ഇത് ആദ്യം അറിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നിയാണ്. പക്ഷേ നമ്മളെ പോലത്തെ ആൾക്കാർ പ്രതീക്ഷിക്കാതെ ഒരു വലിയ അംഗീകാരമാണ് കേന്ദ്ര സർക്കാർ തന്നത്. അപ്പോൾ ഇത് വന്നത് എനിക്ക് ഭയങ്കര അത്രയും ഒരു സന്തോഷത്തിൻ്റെ കാര്യമാണ്. ഇതെങ്ങനെയാണ് അറിഞ്ഞത്? ടി വിയിലൂടെയാണ് അറിഞ്ഞത്? രാവിലെ ഒരു മെസ്സേജ് ഡൽഹിയിൽ നിന്ന് വന്നിരുന്നു. പക്ഷേ അത് നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദിയെല്ലാം അത്ര കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ട് പിന്നെ അത് അത്ര അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. പിന്നെ രാത്രിയാണ് മീഡിയാസിലെല്ലാം വന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് അറിഞ്ഞത്. ഈ കൃഷി എന്നതിനുപരി ഈ വിത്തുകളുടെ അപൂർവീനം വിത്തുകളുടെയൊക്കെ ശേഖരം അത് സംരക്ഷിക്കുന്നു, അതുകൂടിയാണ് അങ്ങ് ശ്രദ്ധിക്കപ്പെട്ടതല്ലേ? അതെ. ഈ വിത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത്. പറഞ്ഞാൽ ഇത് 2021 ജീനോം ശേഖർ കേന്ദ്ര സർക്കാർ തന്ന് എന്നെ ആദരിച്ചിരുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ പാടത്തിൻ്റെ സ്ഥലമല്ല, ഞങ്ങൾക്ക് നെൽകൃഷിയൊന്നും പണ്ട് മുതലേ ഇല്ല. അതുകൊണ്ട് അങ്ങനത്തെ ആൾ ഇതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ് നേരിട്ട് കരുതിയിട്ടായിരിക്കും അവരെന്നെ അംഗീകരിച്ചത്. എൻ്റെ ഇപ്പോൾ ഒരു 650ഓളം നാടൻ നെല്ലിനങ്ങളുണ്ട്. അപ്പോൾ ഇനിയും ഇനങ്ങൾ ഒരുപാട് കിട്ടിക്കൊണ്ട് ഈ ഇനങ്ങളെ ഞാൻ വളർത്തുന്നത് മാത്രമല്ലാതെ അതിനെ വിത്ത് ഉൽപ്പാദിച്ചിട്ട് എൻ്റെതായ ഒരു മെത്തേഡിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പറഞ്ഞാൽ ഈ നെല്ല് ആകുമ്പോൾ ഒരുപാട് ഏരിയയിൽ ചെയ്യേണ്ട ഇതാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു സ്പേസിൽ തന്നെ ചെയ്തിട്ട് അതിൻ്റെ പരാഗസ്പർശമെല്ലാം ആകാതെ പോലെ അതിനെ ഇത് നോക്കിയിട്ട് ആ ഇനത്തിന് ഒരുപാട് നമ്മൾ ഇന്ത്യത്തിൻ്റെ പല സംസ്ഥാനങ്ങൾക്ക് ഇതിനെ കൈമാറ്റം ചെയ്തതിന് അതെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തതാണ്. ഇത് പലവരുടെ നിന്ന് വന്നിട്ട് കൊണ്ടുപോയവരുണ്ട്. അല്ലാതെ ഒരുപാട് പോസ്റ്റിലാണ് യൂണിവേഴ്സിറ്റി അതിന് അയച്ചത്. ആ പോസ്റ്റ് ചാർജ് അടക്കം നമ്മളതിന് വാങ്ങിയിട്ടില്ല. നെല്ലിൽ അത് എല്ലാവരും ഓരോരാൾ ഓരോ ഫീൽഡിലും എന്തെങ്കിലും ഇത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്നല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഈ പോലത്തെ ഞങ്ങൾക്ക് ചെറിയ കൃഷി വരുമാനത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പൈസ ഒന്നും ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. ആ കൃഷിൻ്റെ ഒക്കെ ഇതൊരു ചെറിയ ശ്രമമാണ്. അതിനൊപ്പം തന്നെ ഈ ഒരു അതിർത്തി മേഖലയിലെ ഒരു സാധാരണ കർഷകൻ എന്ന നിലയിൽ തുടങ്ങി ഇപ്പം രാജ്യം തന്നെ ശ്രദ്ധിക്കപ്പെടുകയാണ്. ആ രീതിയിൽ കൂടി വളരെ സന്തോഷം. അത് വളരെ സന്തോഷമാണ്. എന്താ പറഞ്ഞാൽ ഇത് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ വളരെ പിന്നോക്കമുണ്ടായ ഒരു ഏരിയയാണ്. പിന്നെ ഇത് അതിർത്തി മേഖല ആയതുകൊണ്ട് കുറേ അങ്ങോട്ടെല്ലാം എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ കന്നഡ പഠിച്ച ആൾക്കാരാണ്. പറഞ്ഞാൽ ഇത് കന്നഡ ഏരിയ ആയതുകൊണ്ട് അപ്പോൾ എനിക്ക് മംഗലാപുരം മറ്റേ കർണാടകത്തിൻ്റെ പല ഭാഗത്തിൻ്റെ യൂണിവേഴ്സിറ്റിൻ്റെ ആൾക്കാരും പിന്നെ സയൻറ്റിസ്റ്റുമാരും ഇവരെല്ലാം ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവർ അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ മംഗലാപുരം KVK ആണ് കേന്ദ്ര സർക്കാരിന് ഇതിന് നോമിനേറ്റ് ചെയ്തത്. എന്തായാലും അഭിമാനകരമാണ്. കൂടുതൽ ഉത്തരവാദിത്വം ഇപ്പം വന്നു ചേർന്നിരിക്കുകയാണ് കൃഷി വഴിയിൽ പുതിയ ഇടങ്ങൾ തേടാൻ. അതെ, എനിക്കിതിപ്പോൾ വലിയ ഉത്തരവാദിത്വമാണ് ഉള്ളത്. കഴിഞ്ഞ അവാർഡ് വന്നപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ആൾക്കാർ അറിഞ്ഞിട്ട് തന്നെ വിളിച്ചിരുന്നു. ഇപ്പോൾ ഈ അവാർഡുകൾ വന്നിട്ടാകുമ്പോഴാണ് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ വിത്ത് ഒരുപാട് ആൾക്കാർ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവാർഡ് എന്ന് പറഞ്ഞത് നമുക്കൊരു പ്രചോദനമാണ്. നമുക്ക് കിട്ടിയത് നമ്മളായിട്ട് കൂടുതൽ മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. ഈ പോലെ ചെയ്താൽ മറ്റുള്ളവർക്ക് ഒരു അവാർഡ് വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് പല രംഗത്തിൽ ഇറങ്ങാനും മതി. ഇറങ്ങിയാൽ ഈ നാടൻ പഴയ ഇനങ്ങളെല്ലാം സംരക്ഷിക്കുന്ന ആൾക്കാർ കൂടും. അപ്പോൾ ഈ ഇനങ്ങളെ നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ ഈ മുൻതലമുറക്ക് ഒഴിഞ്ഞിട്ട് പോകത്തില്ല. ഇല്ലാതെ കണ്ടത് ഇനങ്ങൾ നഷ്ടപ്പെട്ടു പോകുക. ഈ ആഹാരത്തിൻ്റെ ഇനങ്ങൾ ഒരു വർഷം കഴിഞ്ഞാലും മുളക്കുന്നില്ല അത്. അപ്പോൾ വീണ്ടും അത് മണ്ണിലേക്ക് വീഴേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ സംരക്ഷിച്ചിട്ടേ പോകണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിന് ഇറങ്ങിയാലേ ഇത് മുന്നോട്ട് പോകത്തില്ലേ. എന്തായാലും സത്യനാരായണ തീർച്ചയായും പ്രചോദനമാണ്. കാരണം ഒരു അതിർത്തി മേഖലയിൽ നിന്ന് സാധാരണ കർഷകനായി തുടങ്ങി ഇപ്പോൾ രാജ്യം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കർഷകൻ എന്ന നിലയിൽ ഉയർന്നിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ കൃഷിയിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് എന്തായാലും ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24.